അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീണു. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. നിലവിൽ എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ളതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ലണ്ടനിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഇവിടെയാണ് ഈ അപകടം നടന്നത്. എന്താണ് ഈ അപകടത്തിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏകദേശം 200ഓളം ആളുകൾ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ലണ്ടനിലേക്കുള്ള വിമാനമാണ് തകർന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ച ശേഷമാണ് വിമാനം തകർന്നത്. മറ്റ് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീണ അപകടമുണ്ടായിരിക്കുന്നു. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് അപകടം. શું વાત કરે തകർന്നു വീണു. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിൽ പുക ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഈ അപകടത്തിന് കാരണം? ടേക്ക് ഓഫിനിടെയാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്. 200ഓളം യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ചാണോ അപകടമുണ്ടായത് എന്നതടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ജനവാസ മേഖലയിലാണോ ഇത്തരത്തിലുള്ള അപകടമുണ്ടായത്? നിലവിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ നമ്മളോട് ചേരുന്നുണ്ട്. അതുല്യ, യാത്രാ വിമാനം തകർന്ന് വീണാണ് ഇപ്പോൾ വലിയൊരു അപകടമുണ്ടായിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? വൃന്ദ, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് അടുത്താണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള മേഘാനി ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെച്ചാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. വിമാനത്താവളത്തിനോട് തൊട്ട് സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലയാണ് ഈ മേഘ്നി ഏരിയ എന്ന് പറയുന്നത്. വിമാനം ടേക്ക് ഓഫ് നടത്തുന്നതിനിടെ വിമാനത്താവളത്തിൻ്റെ മതിലിൽ ഉരസുകയോ ഇടിക്കുകയോ ചെയ്യുകയും അതിനുശേഷം അത്തരത്തിലുണ്ടായ ഒരു തകരാറ് മൂലം എയർപോർട്ടിന് വളരെ തൊട്ടടുത്തായി തന്നെ ഒരു ജനവാസ മേഖലയ്ക്ക് അടുത്ത് തകർന്ന് വീണിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ നിലവിലെ നിഗമനം. നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും അനുസരിച്ച് എയർപോർട്ടിന് സമീപത്ത് നിന്നും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുന്ന ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിന് സമീപത്ത് നിന്ന് തന്നെയാണ് പുക ഉയരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പാർപ്പിട സമുച്ചയങ്ങൾക്കിടയിൽ നിന്നും ഈ പുക ഉയരുന്നുണ്ട്. നിലവിൽ ഈ ജനവാസ മേഖലയിൽ തന്നെയാണോ തകർന്ന് വീണിരിക്കുന്നത്, വീടുകളുടെ മുകളിലേക്കാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. 242 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പോകുന്ന അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് എന്നത് ഗുജറാത്തിലെ സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 242 യാത്രക്കാരുമായാണ് വിമാനം ഉയർന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഗുജറാത്തിന്റെ സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പുക വരുന്ന ഒരു ഭാഗം ലക്ഷ്യമാക്കി ഏറ്റവും അടിയന്തര പ്രതികരണത്തിനുള്ള സംഘത്തെയും അതുപോലെ തന്നെ അഗ്നിശമന സേനയെയും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 7ഓളം ഫയർ എഞ്ചിനുകളടക്കം അഗ്നിശമന സേനയുടെ 7 ഫയർ എഞ്ചിനുകളും അതുപോലെ തന്നെ നിരവധി ഫയർ ബ്രിഗേഡുകളും ഇപ്പോൾ ഈ അപകടം നടന്നതെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതിലധികമുള്ള വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ എന്തായാലും അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമാണ് ഇപ്പോൾ മേഘ്നി ഏരിയയ്ക്ക് സമീപമായി തകർന്നു വീണിരിക്കുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്. വലിയ തിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഉള്ള ഒരു മേഖലയാണ്. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും കെട്ടിടങ്ങളുടെ മുകളിലേക്കാണോ ഇത് വീണിരിക്കുന്നത് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ വിമാനം തകർന്നു വീണ പ്രദേശത്തേക്കുള്ള റോഡുകൾ അടച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുക ഉയർന്ന ഭാഗത്തേക്ക് പോകുന്ന
റോഡുകളെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് ചെയ്യുകയാണ്. അങ്ങോട്ട് ആരെയും കടത്തിവിടുന്നില്ല. മാത്രമല്ല നിരവധി കൂടുതൽ ഫയർ എഞ്ചിനുകൾ അല്ലെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ സംഘങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി റോഡുകളെല്ലാം തന്നെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസസിൻ്റെ ഏതാണ്ട് 7ലധികം വാഹനങ്ങൾ നിലവിൽ സംഭവസ്ഥലത്തുണ്ട്. അതിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൻ്റെ കൃത്യമായ കാരണം, വിമാനത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ മുതലായവയൊന്നും ഔദ്യോഗികമായി നമുക്ക് ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും വിമാനത്താവളത്തിൻ്റെ അധികൃതർ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത്. ഒരു സാങ്കേതിക സംഘം എന്താണ് സംഭവിച്ചത് എന്നത് വിലയിരുത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ടെക്നോളജിക്കൽ ടീം അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടീം ഇപ്പോൾ എയർ നാവിഗേഷനിൽ വന്ന പിഴവാണോ ഇത്, എയർ കൺട്രോൾ റൂമിൽ നിന്ന് നൽകിയ നിർദ്ദേശങ്ങളിലെ പിഴവ് മൂലമാണോ ടേക്ക് ഓഫിനിടെ ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്ന രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ ആഭ്യന്തര അന്വേഷണത്തിനും അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ടേക്ക് ഓഫ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഒരു പക്ഷേ ടേക്ക് ഓഫിനിടെ വിമാനത്താവളത്തിന്റെ മതിലിൽ ഉരസുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ ചെയ്തതിന്റെ ഭാഗമായി ഉണ്ടായ തകരാറ് മൂലമായിരിക്കാം വിമാനത്താവളത്തിന്റെ ആ ഒരു പരിസരത്ത് തന്നെ ഇത്തരത്തിൽ വിമാനം തകർന്നു വീണത് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്ന നിഗമനം. എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, വിമാനത്തിന് മുഴുവനായും തീ പടർന്നിട്ടുണ്ടോ മുതലായ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. നിലവിൽ ഈ വിമാനം തകർന്നു വീണ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വലിയ അളവിൽ കറുത്ത പുക ഉയരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ അങ്ങോട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂം പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശനം വിലക്കുന്ന കാര്യം ആലോചനയിലുണ്ട്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ തടിച്ചുകൂടുന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉള്ളതിനാൽ തന്നെ ആ പ്രദേശത്തേക്കുള്ള റോഡുകൾ അടയ്ക്കുകയും അതുപോലെ തന്നെ ജനങ്ങളെ അവിടെ നിന്ന് വിലക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ അഗ്നിശമന സേനയുടെ 7 ഫയർ എഞ്ചിനുകളും ഫയർ ബ്രിഗേഡുകൾ അല്ലെങ്കിൽ 7 യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ തന്നെ കൂടുതൽ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീപിടുത്തം അല്ലെങ്കിൽ കൂടുതൽ ഭാഗത്തേക്ക് തീ പടരുന്നത് ഒഴിവാക്കുക എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ മുന്നിലുള്ള കാര്യം. അതിനുശേഷമായിരിക്കും വിമാനത്തിനടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായ പരിഗണന എന്ന് പറയുന്നത് പുക വരുന്ന ഭാഗം കണ്ടെത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തീ അണയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും എത്രത്തോളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു നാശനഷ്ടത്തിൻ്റെ തീവ്രത എന്താണ് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, പരിക്കേറ്റ ആളുകളുടെ നില ഗുരുതരമാണോ മുതലായ കാര്യങ്ങളിലെല്ലാം തന്നെ എന്തെങ്കിലും ഒരു വ്യക്തത വരണമെങ്കിൽ, ഒരു ആദ്യ ചിത്രം പുറത്തു വരണമെങ്കിൽ ഇപ്പോൾ ആ പുക ഒടുങ്ങേണ്ടതുണ്ട്. ഫയർഫോഴ്സ് അവിടെ എത്തി ആ തീ അണച്ച് തുടങ്ങേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു അപകടത്തിൻ്റെ തീവ്രത പുറത്തു വരികയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് വിമാനത്താവളത്തിൻ്റെ തൊട്ടുപുറത്ത് തന്നെ, വിമാനത്താവളത്തിൻ്റെ അതിർത്തി കടന്ന ഉടനെ തന്നെ തകർന്നു വീണത്. വിമാനത്താവളത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള മേഘ്നി നഗർ എന്ന് പറയുന്ന ജനവാസ മേഖലയ്ക്ക് അടുത്താണ് ഇപ്പോൾ വിമാനം തകർന്നു വീണിരിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ കറുത്ത പുക ഉയരുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. 242 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഗുജറാത്ത് സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂം നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അവിടേക്ക് കൂടുതൽ ഈ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെയും